ഒരു കിളി വന്നിട്ട് ആ ചേട്ടന്റെ കയ്യിലിരിക്കണ മിച്ചറൊക്കെ വള്ളം തുഴയാനുള്ള അറിയാ കമ്പിന്റെ അറ്റത്ത് പിടിക്ക്. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് അമ്പൂരിയിലെ കുമ്പിച്ചൽ കടവെന്ന സ്ഥലത്താണ്. ഈ കാണുന്നത് അമ്പൂരിയിലെ പുതിയൊരു പാലത്തിൻ്റെ നിർമ്മാണമാണ്. കുമ്പിച്ചൽ കടവും അതുപോലെ കാരിക്കുഴി എന്ന സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലത്തിൻ്റെ നിർമ്മാണമാണ് ഈ കാണുന്നത്. ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ നിലവിൽ വർഷങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത് കടത്ത് വള്ളം തന്നെയാണ്. വഞ്ചി യാത്രയാണ് ഇവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടു കൂടി അതെല്ലാം മാറി ജനങ്ങൾക്ക് എത്രയും വേഗം തന്നെ റോഡ് മാർഗം സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കടത്ത് വള്ളം, അതായത് വള്ളത്തിലൊക്കെ തുഴഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ചങ്ങാടം ഫൈബർ ബോട്ടിലൊക്കെ കെട്ടിയിട്ടിട്ട് ചങ്ങാടം പോലത്തെ ഒരു സെറ്റപ്പ് വഴി അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് നടന്നു പോകേണ്ടത്. എന്തായാലും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഗൈസ്, ഇപ്പം നമ്മളിതോ പാലത്തിൻ്റെ അടിയിൽ കൂടെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു ഫീലെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത ടൈപ്പാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇതിലേ കൂടെ നടന്നു പോകുന്ന ഒരു ഇതുണ്ടല്ലോ. ശരിക്കും ഈ ആറിൻ്റെ എന്തുവാടാ സംഭവം? ഇത് ആറാണോ പുഴയാണോ? എന്താ സംഭവം? എന്താ ഈ ആറ് എന്താ അങ്ങനത്തെ ഒരു സംഭവം? പക്ഷെ പേടിയും തോന്നുന്നു കേട്ടോ നടക്കാൻ. ശരിക്കും നമ്മൾ ഇത്രയും സമയം അവിടെ ഇരുന്നിട്ട് നമ്മളത് വെറുതെ പോയിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അടിപൊളി കേട്ടോ. അതായത് നമ്മൾ കടന്നു വന്ന വഴിയാണ് കേട്ടോ. എന്ത് രസമെന്നറിയോ ഇതിനകത്തൂടെ നടന്നു വന്നപ്പോൾ. അടിപൊളി. നമ്മളിതാ ഈ ആറ് കടന്നു ഇക്കരെ എത്തിയപ്പോൾ ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണുന്നത്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ എന്താ ലെറ്ററൊക്കെ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു സംഭവം, പോസ്റ്റ് വെട്ടി. അത് ഇങ്ങനെ ഒരു സ്ഥലത്ത് കാണുന്നത് നമ്മൾ ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. ശരി, കാരിക്കുഴി തപാൽ ഓഫീസ്. ശരിക്കും കണ്ടോ, ഇവിടെ തപാൽ ഓഫീസ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. യാറ് കഴിഞ്ഞ് എത്തണം. ഗൈസ്, നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളവും കാര്യങ്ങളൊക്കെ കരുതുക. ഈ ഇക്കരക്കരയിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വീടുകളും ആൾക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ റേഷൻ കട, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ആറ് കടന്നെത്തണം. ഗൈസ്, നമ്മളങ്ങനെ വള്ളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നമ്മുടെ ആഗ്രഹം നടന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയൊക്കെ ഇരുന്നതാണ്. പലരും ഇവിടെ വന്നപ്പോൾ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്, പല തടസ്സങ്ങളാണ് നമുക്കുണ്ടായത്. ഇന്ന് വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ആളില്ല, വണ്ടി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തു. ആ ചേട്ടൻ്റെ വീട്ടിൽ പോയി ചേട്ടനെ തൂക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ്റെ പേരെന്താ കേട്ടോ? ഷാജി. ഓക്കെ. ഇത് കണ്ടോ, നമ്മൾ വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. കണ്ടോ, ഒരു കിളി വന്നിട്ട് ആ ചേട്ടൻ്റെ കയ്യിലിരിക്കുന്ന മിച്ചറൊക്കെ കൊത്തിപ്പറിച്ച് തിന്നുന്നത് കണ്ടോ. അയ്യോ ചേട്ടാ, ഇത് സ്ഥിരം ഇങ്ങനെ വരുന്നതാണോ? ആ, അതുകൊണ്ടാ ചേട്ടൻ വള്ളം എടുക്കുമ്പോൾ സ്ഥിരം ഇവിടെ ഉണ്ടാകുന്ന ഒരു അതിഥിയാണ് കേട്ടോ. ആ, നല്ല സ്നേഹമുള്ള ഒരു അതിഥിയാണല്ലോ ഇത്. കൊള്ളല്ല. അങ്ങനെ നമ്മുടെ കൂടെ യാത്ര ചെയ്യേണ്ട ഇങ്ങനെ ഒരു അതിഥി ആണോ? ആ, ഞാൻ ഇങ്ങനെയൊക്കെയാ. അതെ. കൊള്ളാലോ, അടിപൊളി. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടുതലുള്ള ഒരു യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. സൂപ്പർ. ഇങ്ങനെ നേരെ കണ്ട് ചരിഞ്ഞ് അങ്ങനെയല്ല, തിരികെ ഇങ്ങോട്ട് തിരികെ, ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ ഇതേപോലെ ഇരിക്കട്ടെ, ചരിഞ്ഞ് കണ്ടിട്ട് പുറകിൽ നിന്ന് വെള്ളം വലിച്ച് മുന്നോട്ട്. നിങ്ങളുടെ ബാക്കിൽ നിന്ന് വെള്ളം വലിക്കും. ബാക്കിൽ നിന്ന് രണ്ട് കൈ ഒരുപോലെ എടുത്ത് വെള്ളം വലിക്കും. ബാക്കിൽ നിന്ന് നിങ്ങളുടെ ബാക്ക് ഏതാണ്? പുറകിൽ നിന്ന് വെള്ളം വലി
ഇങ്ങോട്ട് ആഞ്ഞിട്ട് ബാക്കിൽ നിന്ന് വലി. ആ അങ്ങനെ അങ്ങനെ തന്നെ പറ്റില്ല. ആ ഊരി ഇടാ കയറ് പോകല്ലേ. എന്താ പടി ഓക്കെ റെഡി. Guys, അങ്ങനെ നമ്മള് വള്ളം തുഴയാനുള്ള എല്ലാം നടക്കൂല. പോട്ടെ ഗൈസ്, ഞാൻ വള്ളം തുഴയാൻ നോക്കി നടക്കുന്നില്ല കേട്ടോ സംഭവം. അപ്പുറത്ത് ഇനിയും ആൾക്കാർ വള്ളത്തിൽ കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്, കുറച്ച് പയ്യന്മാര്. ഗൈസ്, നമ്മളെ പയ്യൻ തളർന്നു എന്നാ തോന്നണത്. ഭയങ്കര രസം കേട്ടോ. ഇങ്ങോട്ടെത്തിയപ്പോൾ നല്ല തണല്, ആ അടിപൊളി തണുത്ത കാറ്റും നല്ലൊരു അന്തരീക്ഷം. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്ന ഒരു 3 മല കാണുന്നുണ്ടോ? അത് കുരിശുമലയും അതുപോലെ കൂനിച്ചിമല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൂനിച്ചിമലയിൽ നിന്നുള്ള കുരിശുമലയുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്യായ വ്യൂ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അറിയാ, കമ്പിന്റെ അറ്റത്ത് പിടിക്ക്. അങ്ങനെ എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ല, അടിപൊളി വൈബ്. ഇന്ന് നമ്മളിത് മിസ്സാക്കിയിരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ യാത്ര കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ലേ. ഓ, എന്തൊരു വൈബെന്നറിയോ എൻ്റെ പൊന്നു മക്കളെ, പൊളിയാണ് മക്കളെ, രക്ഷയില്ല. ചേട്ടാ, ഇത് ഈ വെള്ളം നെയ്യാർ ഡാമിൻ്റെ അല്ലേ? നെയ്യാർ ഡാമിൻ്റെ. ഗൈസ്, ഈ കാണുന്ന എല്ലാം നമ്മൾ നെയ്യാർ ഡാമിൽ നിന്നുള്ള വെള്ളക്കെട്ടാണ്. അണക്കെട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് ഇതെല്ലാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെയ്യാർ ഡാമിൻ്റെ ഒരു അണക്കെട്ട് എത്രത്തോളം വ്യാപ്തിയിൽ കിടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ, നമ്മളെ പയ്യന്താ ശരിക്കും പറഞ്ഞാൽ വള്ളം ഓടിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചേട്ടന് ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ. ആ, അതുകൊള്ളല്ല, ചേട്ടന് ഒറ്റ തുഴ മാത്രമേ ഉള്ളൂ. ഒറ്റ തുഴയാണ് എളുപ്പം കേട്ടോ, 2 കൈ എടുത്തിട്ട് തുഴയണേക്കാൾ. ഗൈസ്, ഈ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. വള്ളത്തിൻ്റെ പുറത്ത് നിന്നൊക്കെ ഷൂട്ട് ചെയ്യേണ്ട പെർമിഷനൊക്കെ തന്നിരിക്കുകയാണ്. ഗൈസ്, അമ്പൂരിയിൽ കുമ്പിച്ചൽ കടവ് എന്ന സ്ഥലത്തെ കുറച്ച് യാത്രാവിശേഷങ്ങളും അതുപോലെ അവിടുത്തെ കടത്തോളം യാത്രയും പ്രകൃതി സൗന്ദര്യമൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് ഇവിടെ നിന്ന് തൽക്കാലം യാത്ര പറയാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.